എല്ലാവർക്കും +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിൽ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ വളരെ സുപരിചിതമായ ഒരു ടേമാണ് മോഷൻ എന്ന് പറയുന്നത്, അല്ലേ? ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ ഈ ഒരു ചലനത്തെക്കുറിച്ചെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? എന്താണ് ചലനമെന്നും വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്തൊക്കെയാണ്? സമചലനം, അസമചലനം, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചലന സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വസ്തു ചലിക്കുന്നതിനനുസരിച്ച് അതിന് ധാരാളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലേ? അത് ചലിക്കുന്നതിനനുസരിച്ച് അതിനൊരു സ്പീഡ് ഉണ്ടായിരിക്കും, അതിനൊരു ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ അല്പം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖാചലനം. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് വേണ്ടി ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായി എന്താണ് ചലനം എന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ മോഷൻ? എപ്പോഴാണ് ഒരു വസ്തു ചലിച്ചു നമ്മൾ പറയുന്നത്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം, അല്ലേ? സ്ഥാനമാറ്റം സംഭവിച്ചാൽ ആ വസ്തു ചലിച്ചു എന്ന് പറയും. മോഷൻ ഈസ് വൺ ഓഫ് ദ കീ ടോപ്പിക്സ് ഇൻ ഫിസിക്സ്. ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ടോപ്പിക്കാണ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് മൂവ്സ്. ആസ് വി നോ ദാറ്റ് some of the object may be moves in a very slow manner, some of the object may be moves in a very small amount. Doesn't matter, movement does happen. Okay, so scientists use a term that is mechanics in order to describe the motion of an object. അപ്പോൾ സയൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മെക്കാനിക്സ്. ഓക്കെ, സോ ഈവൻ ഇഫ് യു ആർ സ്റ്റാൻഡിങ് സ്റ്റിൽ, the earth is moving around the sun, right? And the sun is moving about the center of the galaxy. So we can say that movement never stops. Okay, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ മൂവ്മെൻ്റ് എന്നും കോംപ്ലക്സ് മൂവ്മെൻ്റ് എന്നും രണ്ടായിട്ട് മൂവ്മെൻറ്റിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് ആ പേരിൽ നിന്ന് തന്നെ എന്താണ് സിമ്പിൾ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കോംപ്ലക്സ് മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ മൂവ്മെൻറ്റിന് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മൂവ്മെൻ്റ് ആണെന്ന് പറയാം. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് മൂവ്മെൻ്റ് ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ മൂവ്മെൻ്റ് എന്നും കോംപ്ലക്സ് മൂവ്മെൻ്റ് എന്ന് വിളിച്ചത്? സിമ്പിൾ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠനം നടത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയണം, അല്ലേ? അതുമാത്രമല്ല, മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സ്പീഡ് ഉണ്ടായിരിക്കും, അല്ലെ? അതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് പഠനം നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനെ സിമ്പിൾ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ മൂവ്മെൻറ്റ്. പക്ഷേ സർക്കുലാർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ കോംപ്ലക്സ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്, it is difficult to find out the correct position, or it is difficult to judge the correct position and all the information which is related to that moving object. That is why it is known as complex movement. Okay, അപ്പോൾ മൂവ്മെൻറ്റ് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു, സിമ്പിൾ മൂവ്മെൻറ്റ് എന്നും കോംപ്ലക്സ് മൂവ്മെൻറ്റ് എന്നും. ഇനി എന്താണ് മെക്കാനിക്സ്? നമ്മൾ പറഞ്ഞു സയൻറ്റിസ്റ്റ് പ്രധാനമായിട്ടും എന്താണ് മൂവ്മെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മെക്കാനിക്സ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക. സോ വാട്ട് ഈസ് മീൻ ബൈ മെക്കാനിക്സ്? ആക്ച്വലി മെക്കാനിക്സ് മീൻസ് ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സസ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്താലും ചിലപ്പോൾ ചില ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. ചിലപ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാം.
അത്തരം ഒബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ഫോഴ്സസ്. മെക്കാനിക്സിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക്സ് എന്നും കൈനമാറ്റിക്സ് എന്നും ആൻഡ് ഡൈനാമിക്സ് എന്നും മൂന്നായിട്ട് മെക്കാനിക്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ആർ ദി സബ് ടോപ്പിക്സ് ഓഫ് മെക്കാനിക്സ്. മെക്കാനിക്സിൻ്റെ സബ് ടോപ്പിക്സ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാറ്റിക്സ് എന്നുള്ളത് ആദ്യമായിട്ട് നോക്കാം. ഓക്കെ, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എന്നാണ് അർത്ഥം. റെസ്റ്റ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്സിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പറയാം, സോ സ്റ്റാറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which deals with the study of an object which is at rest or in equilibrium. Even they are under the action of several forces. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ടും ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതെ സ്ഥിരാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അത്തരം ഒബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സ്റ്റാറ്റിക്സ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാനൊരു 250 കിലോഗ്രാം ഭാരമുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനനുസരിച്ച് അതിൻ്റെ പൊസിഷനിൽ മാറ്റമൊന്നുമില്ല, അത് നിശ്ചലാവസ്ഥയിലിരിക്കുക, വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സ്റ്റാറ്റിക്സ്. സോ സ്റ്റാറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി study of an object which is at rest or in equilibrium. Okay, even they are under the action of several forces. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ the measurement of time is not an essential factor. നമ്മൾ ഇവിടെ സമയം പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ? measurement of time is not essential. ഒരു വസ്തു റെസ്റ്റിലിരിക്കുന്നത് സമയം പരിഗണിച്ചുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. Okay, so measurement of time is not essential in the case of statics. But what is mean by kinematics and dynamics? Kinematics എന്ന് പറയുന്ന സബ് ബ്രാഞ്ചും ഡൈനാമിക്സ് എന്ന് പറയുന്ന സബ് ബ്രാഞ്ചും എന്താണ്? മൂവിങ് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. സോ ദീസ് ആർ ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ തന്നെയാണ് ഇത് രണ്ടും. പക്ഷെ എന്താ വ്യത്യാസം? ഈ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേമിൻ്റെ മീനിങ്, കൈനമ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മോഷൻ എന്നാണ്. മാറ്റിക്സ് മീൻസ് മാത്തമാറ്റിക്സ്. സോ ദ മാത്തമാറ്റിക്സ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്, അതാണ് കൈനമാറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കൈനമാറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദി കോസ് ഓഫ് മോഷൻ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വിത്തൗട്ട് കൺസിഡറിങ് ദി കോസസ് ഓഫ് മോഷൻ. എന്താണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനുള്ള കാരണം എന്നത് നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനുള്ള കാരണം പരിഗണിക്കാതെ ആ ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കൈനമാറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡൈനാമിക്സ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത് എന്നത് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ബൈ കൺസിഡറിങ് ദി കോസസ് ഓഫ് മോഷൻ, we can study the motion of an object. Okay, so we can say that what is dynamics? Dynamics is the branch of mechanics which deals with the study of motion of an object by considering the causes of motion. എന്തുകൊണ്ടാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്ന കാരണം കൂടെ പരിഗണിച്ചുകൊണ്ട് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡൈനാമിക്സ്. ഓക്കെ, so these are the three sub branches of mechanics. Now I am going to introduce a new concept, that is point object. നിങ്ങൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാത്ത ഒരു പുതിയൊരു കൺസെപ്റ്റാണ് പോയിന്റ് ഒബ്ജക്റ്റ്. എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. ഒരു ട്രെയിൻ ഉണ്ടെന്ന് കരുതും. ഒരു ട്രെയിൻ, ദർ ഇസ് എ ട്രെയിൻ. ഈ ട്രെയിന് വളരെ ഒരു ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെന്ന് കരുതാം. ഉദാഹരണത്തിന് കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു ട്രെയിന് പോവാണെന്ന് കരുതാം. ഈ ട്രെയിനിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ആണെന്ന് കരുതിക്കോളൂ. 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിനാണ്.
ഏതാണ്ട് കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു 2500 കിലോമീറ്റർ ഉണ്ട് എന്ന് കരുതുക. ഏതാണ്ട് 2500 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട് കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക്. ഈ 2500 കിലോമീറ്ററിന് നമ്മൾ മീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ 2500ൻ്റെ കൂടെ ഒരു 3 പൂജ്യം കൂടെ വരും അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 lakh മീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ട്രെയിന് എത്ര മീറ്റർ സഞ്ചരിക്കണം? 25 lakh മീറ്റർ സഞ്ചരിക്കണം. ഈ ഒരു ട്രെയിനിനെ നമുക്ക് ഈ ഒരു കേസിൽ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ്? ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി പോയിന്റ് ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ്. ഈ ഒരു വെഹിക്കിള് അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിൻ്റെ ഡയമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഡിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ട്രെയിനിനെ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി പോയിന്റ് ഒബ്ജക്റ്റ് ഇഫ് its dimension is negligible in comparison with the distance covered by it. Then we can call it as this vehicle or this object as point object. Okay, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ ട്രെയിനിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ട്രെയിന് ഒരു ബ്രിഡ്ജ് കവർ ചെയ്യുകയാണെങ്കിൽ ആ ബ്രിഡ്ജ് കവർ ചെയ്യുന്ന ആ ട്രെയിനിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അവിടെ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അവിടെ ആ ഒരു ട്രെയിന് ഒരു എക്സ്റ്റെൻഡഡ് ബോഡിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ എക്സ്റ്റെൻഡഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ത്രൂ വാട്ട് ഈസ് മീൻ ബൈ റെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ മോഷൻ. ഈ രണ്ട് ടേമും നമുക്ക് ഒരുമിച്ച് പറയാം. എന്താണ് റെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് മോഷൻ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എപ്പോഴാണ് ഒരു വസ്തു റെസ്റ്റിലാണെന്ന് നമ്മൾ പറയുന്നത്? നിശ്ചലാവസ്ഥയിലാണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു ഹെവി ഒബ്ജക്റ്റ്, നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ ഹെവി ഒബ്ജക്റ്റിനെ ഞാൻ ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാമെന്ന് കരുതുക. ഇതുപോലെ ഇവിടെ ഒരു 250 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. ഞാൻ ഫോഴ്സ് കൊടുത്തു, പക്ഷേ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ പൊസിഷനിൽ മാറ്റം സംഭവിക്കുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു വാട്ട്? വിത്ത് റെസ്പെക്ട് ടു ദി സറൗണ്ടിങ്. ഇപ്പോൾ ഈ ഒരു ഫ്ലോറിൽ വലിയൊരു ബോക്സ് ഉണ്ട്, നല്ല വെയിറ്റ് ഉള്ള ബോക്സാണ്. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിട്ടും അതിൻ്റെ ബോക്സിൻ്റെ സ്ഥാനത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാം? വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാം, നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. സോ വാട്ട് ഈസ് മീൻ ബൈ റെസ്റ്റ്? ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഈ വസ്തുവിൻ്റെ പൊസിഷനിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ആ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം. സോ വാട്ട് ഈസ് മീൻ ബൈ മോഷൻ? എപ്പോഴാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന് പറയാം? ഞാൻ കൊടുത്ത ഫോഴ്സിനനുസരിച്ച് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് കരുതുക. തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചു? എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് അതൊരു ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയെന്ന് കരുതുക. ഇപ്പം എന്ത് മാറ്റാൻ സംഭവിച്ചത്? പൊസിഷനിൽ മാറ്റം സംഭവിച്ചു. പൊസിഷൻ ചേഞ്ച്ഡ്, റൈറ്റ്? പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. സോ ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്, ചുറ്റുപാടിനെ അപേക്ഷിച്ച് അതിൻ്റെ പൊസിഷനിൽ മാറ്റം സംഭവിച്ചു. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബുക്ക് ലൈയിങ് ഓൺ ദ ടേബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഒബ്ജക്റ്റ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ധാരാളം ഒബ്ജക്റ്റുകൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വെഹിക്കിൾസ് മൂവിങ് ഓൺ എ റോഡ് ആൻഡ് ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ്, ഓൾ ദീസ് ആർ ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്, റൈറ്റ്? ഇപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ച് സംഭവിച്ചു. പൊസിഷൻ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്ന് പറയാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പൊസിഷൻ ചേഞ്ച് ചെയ്തു നമ്മൾ പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്, ചുറ്റുപാടിനെ അപേക്ഷിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് എന്താണെന്നും മോഷൻ എന്താണെന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്ന ഈ ടേമും മോഷൻ എന്ന് പറയുന്ന ഈ ടേമും റിലേറ്റീവ് ആണെന്ന് പറയാം. സോ വൈ ഇറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ്? നോക്കാം. സോ ദീസ് ടു ടേംസ് ആർ റിലേറ്റീവ്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ടേംസ്. റിലേറ്റീവ് ടേംസ് ആണ് എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചലനം ആപേക്ഷികമാണ്, റിലേറ്റീവാണ്. മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി മാത്രമേ ഒരു വസ്തുവിൻ്റെ ചലനം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ട്രാവലിംഗ് ഇൻ എ ബസ്, ഒരു ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുക.
നിങ്ങളാണ് ഒബ്സർവർ. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ, ഒരു ഫെലോ പാസഞ്ചർ ഉണ്ട്, അയാളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ഫീൽ ദാറ്റ് ഹീ ഈസ് അറ്റ് റെസ്റ്റ്, റൈറ്റ്? അറ്റ് ദ സെയിം ടൈം എ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ ബസ് ഓർ ഹു ഈസ് സ്റ്റാൻഡിങ് ജസ്റ്റ് നിയർ ബൈ ദി റോഡ് ഫീൽസ് ദാറ്റ് ദിസ് പേഴ്സൺ, ദിസ് ഫെലോ പാസഞ്ചർ ഈസ് മൂവിങ് വിത്ത് ദി ബസ്, റൈറ്റ്? അപ്പോൾ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ഒബ്സർവേഴ്സിന് അല്ലെങ്കിൽ നിരീക്ഷകർക്ക് ഒരാൾ എന്തായിട്ടാണ് തോന്നുന്നത്? റെസ്റ്റ് ആയിട്ടും തോന്നുന്നുണ്ട്, മൂവിങ് ആയിട്ടും തോന്നുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് റെസ്റ്റ് ആൻഡ് മോഷൻ ആർ ടു റിലേറ്റീവ് ടേംസ്. അതുകൊണ്ട് ഈ രണ്ട് ടേമും റിലേറ്റീവ് ആണ്, ആപേക്ഷികമാണ് എന്ന് പറയാം, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം നമ്മളെ വീട്, സ്കൂള് അല്ലെങ്കിൽ ഓഫീസ്, ഇതെല്ലാം എന്താണ്? ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാം വിത്ത് റെസ്പെക്ട് ടു ദി എർത്ത് സർഫസ്, റൈറ്റ്? ബട്ട് അറ്റ് ദ സെയിം ടൈം വിത്ത് റെസ്പെക്ട് ടു സൺ ഓർ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഇറ്റ് ഈസ് മൂവിങ്. നമ്മൾ സ്പേസിൽ പോയിട്ടാണ് നമ്മളുടെ വീടും അല്ലെങ്കിൽ ഓഫീസും എല്ലാം നമ്മൾ നിരീക്ഷിക്കുന്നതെങ്കിൽ ഈ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് നമ്മളെ വീടും ഓഫീസും അല്ലെങ്കിൽ സ്കൂളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് മോഷൻ ആൻഡ് റെസ്റ്റ് ആർ റിലേറ്റീവ് ടേംസ്. ചലനം ആപേക്ഷികമാണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ഹൗ വി ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേറ്റിംഗ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക? ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണെന്ന് കരുതുക. കൊറോണ കാലമൊക്കെയാണ്. എനിവേ, നിങ്ങൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഫ്രണ്ടിനോട് എങ്ങനെയാണ് വീട്ടിലേക്ക് എത്താൻ വേണ്ടി വഴി ചോദിക്കുക? ആദ്യം നിങ്ങൾ എവിടെയാണ് വീടെന്ന് ചോദിക്കുക, അല്ലേ? വെർ ഇസ് യുവർ ഹോം എന്ന് ചോദിക്കും. അപ്പോൾ അവൻ എന്താ പറയുക? നിങ്ങൾ വീട്ടിലേക്ക് വരണ്ടെന്നാണ് ഉദ്ദേശമെങ്കിൽ കുറേ ദൂരമാണ് വീട് എന്ന് പറയും, അല്ലേ? പക്ഷേ കുറേ ദൂരമാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് ചോദിക്കും. അപ്പോൾ അവൻ ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ, ഒരു ലാൻഡ് മാർക്ക് നിങ്ങൾ ചോദിച്ചതിനനുസരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് എന്ന് അവൻ പറഞ്ഞു എന്ന് കരുതുക. ഈ ഒരു ഇൻഫോർമേഷൻ കൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ? കഴിയില്ല. കാരണം എന്താ? ഈ 2 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷന് ഈ ചുറ്റളവിലെല്ലാം 2 കിലോമീറ്ററാണ്. അപ്പോൾ എവിടെയാണ് വീടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ യു ഫർദർ ആസ്ക്, വീണ്ടും നിങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു പ്രത്യേക ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരികയാണെന്ന് കരുതുക. എന്ത്? ഡിറക്ഷനും കൂടെ പറയുകയാണെന്ന് കരുതുക. റെയിൽവേ സ്റ്റേഷൻ്റെ നോർത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ഹിസ് ഹൗസ്, റൈറ്റ്? അവൻ്റെ വീട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത്? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെന്നാണോ? ഒരിക്കലുമല്ല. ഈ റെയിൽവേ സ്റ്റേഷനെ നമുക്ക് ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് പരിഗണിക്കാം. റെഫറൻസ് പോയിൻ്റ് ഓർ അതിനെ നമുക്ക് ഒറിജിൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ റെഫറൻസ് പോയിന്റ് ഇൻ ഓർഡർ ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? റെഫറൻസ് പോയിൻ്റ് ആണ്. സോ ഫസ്റ്റ് വി നീഡ് എ റെഫറൻസ് പോയിന്റ്. ഒരു റെഫറൻസ് പോയിന്റ് വേണം, അല്ലെങ്കിൽ ഒറിജിൻ വേണം. ഓക്കെ, ദാറ്റ് റെഫറൻസ് പോയിന്റ് വി കോൾ ഇറ്റ് ആസ് ഒറിജിൻ. അടുത്തതായിട്ട് റെഫറൻസ് പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ് ഒബ്ജക്റ്റ് എന്ന് അറിയണം. സോ ഡിസ്റ്റൻസ് ഫ്രം ദി റെഫറൻസ് പോയിന്റ്. ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ഫാർ ഈസ് ദി ഒബ്ജക്റ്റ് ഫ്രം ദ റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ് ആ ഒബ്ജക്റ്റ് എന്നതുകൂടെ നമുക്കറിയണം. അതുമാത്രം അറിഞ്ഞാൽ മതിയോ? ഒരു കാര്യം കൂടെ അറിയണം, ഡിറക്ഷൻ. സോ വി ഹാവ് ടു നോ ദാറ്റ് ദ ഡിറക്ഷൻ ഇൻ വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ഫ്രം ദി റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റിൽ നിന്ന് ഏത് ഡിറക്ഷനിലാണ് ആ ഒബ്ജക്റ്റ് എന്നതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ വി ഹാവ് ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ബൈ the reference point and also the distance from the reference point and the direction. ഈ 3 ഫാക്ടേഴ്സും അറിയാമെങ്കിൽ we can clearly or we can easily
judge or locate the correct position of the object. Okay? ഇനി നമുക്ക് പറയാനുള്ളത് മോഷനെ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം. മോഷനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണവ നോക്കാം. മോഷനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, മോഷനെ വീണ്ടും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ, we can divide the motion into 1-dimensional motion, 2-dimensional motion and 3-dimensional motion. മോഷനെ മൂന്നായിട്ട് തരംതിരിക്കാം. So what is mean by 1-dimensional motion? And what is mean by 2-dimensional motion? And what is mean by 3-dimensional motion? എന്താണ് ഈ മൂന്ന് ടൈപ്പ് മോഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. 1-dimensional motion means if an object is moving in a straight line, then it is known as 1-dimensional motion. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിനെയും നമ്മൾ 1-dimensional motion എന്നാണ് വിളിക്കുക. ഓക്കെ, സോ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തന്നെ എന്താണ്? 1-dimensional motion ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെക്ടിലീനിയർ മോഷൻ. അതിനെ നമ്മൾ റെക്ടിലീനിയർ മോഷൻ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, 1-dimensional മോഷനിൽ പ്രധാനമായിട്ടും 2 ഡിറക്ഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക. ഒന്ന് ഫോർവേഡ് ഡിറക്ഷനും മറ്റേത് ബാക്ക്വേർഡ് ഡിറക്ഷനും. ഫോർവേഡ് ഡിറക്ഷൻ എന്നും ബാക്ക്വേർഡ് ഡിറക്ഷൻ എന്നും പറഞ്ഞ് 2 ഡിറക്ഷനിൽ മാത്രമേ 1-dimensional മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദ 2 ഡിറക്ഷൻ ഓഫ് 1-dimensional മോഷൻ. ഫോർവേഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെ നമുക്ക് പോസിറ്റീവായിട്ടും ബാക്ക്വേർഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെ നമുക്ക് നെഗറ്റീവ് ഡിറക്ഷൻ ആയിട്ടും പരിഗണിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ 1-dimensional മോഷന് ഹൊറിസോണ്ടൽ ആവാം. That motion may be horizontal or it may be vertical and it may be slanting. Straight line motion എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1-dimensional motion എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യാം, വെർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്യാം, സ്ലാൻഡിങ് ആയിട്ടും ചരിഞ്ഞും മൂവ് ചെയ്യാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മാനർ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം എന്ന നിർബന്ധം മാത്രമേ ഉള്ളൂ. ഈ 1-dimensional മോഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യാം, വെർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്യാം, സ്ലാൻഡിങ് ആയിട്ട് മൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലിഫ്റ്റിൽ നമ്മൾ മുകളിലോട്ടും താഴോട്ടും ഫോർവേഡ് ഡിറക്ഷനിലും അപ്വേർഡ് ഡിറക്ഷനിലും ഡൗൺവേർഡ് ഡിറക്ഷനിലുമാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അതൊരു 1-dimensional മോഷനാണ്. സോ ദ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് വി കോൾ ഇറ്റ് ആസ് 1-dimensional മോഷൻ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ 2-dimensional മോഷൻ? 2-dimensional മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു പ്ലെയിനിൽ ഇങ്ങനെ മൂവ് ചെയ്യണമെന്ന് ഇരുതാം. ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആക്സിസ് വേണം, എക്സ് വൈ ആക്സിസ് വേണം. ഉദാഹരണത്തിന് ഒരു ഉറുമ്പ് ഇങ്ങനെ മൂവ് ചെയ്യാണ് ഒരു സർഫസിൻ്റെ മുകളിലൂടെ. ആ ഒരു ഉറുമ്പിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആക്സിസ് ഉപയോഗിച്ച് എക്സിൽ നിന്നും വൈയിൽ നിന്നുമുള്ള അകലം XY കോർഡിനേറ്റ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 2-dimensional മോഷൻ. അപ്പോൾ ഒരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മോഷനെ നമ്മൾ എന്താ വിളിക്കുക? 2-dimensional മോഷൻ എന്ന് വിളിക്കുക. പ്രൊജക്ടൈൽ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 2-dimensional മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ മീൻസ്, ഇപ്പോൾ ജാവലിൻ നമ്മൾ എറിയുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ജാവലിൻ എറിയുന്ന സമയത്ത് ആ ജാവലിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതിനെ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ എക്സാമ്പിൾ ഫോർ 2-dimensional മോഷൻ ഈസ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക. ഇപ്പോൾ ഒരു ബോൾ നമ്മളൊരു സർഫസിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു 2-dimensional മോഷനാണ്. ഒരു ഫുട്ബോൾ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 2-dimensional മോഷനാണ്. പ്രൊജക്ടൈൽ മോഷൻ ഈസ് എ 2-dimensional മോഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ 3-dimensional മോഷൻ? ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ എ സ്പേസിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മോഷനെ നമ്മൾ 3-dimensional മോഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സ്പേസിൽ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് മൂന്നാമതൊരു ആക്സിസും കൂടെ വേണം. അതിനെ Z ആക്സിസ് എന്ന് പറയാം. അപ്പോൾ സ്പേസിൽ ഇവിടെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ X ആക്സിസിൽ നിന്നുള്ള ദൂരവും Y ആക്സിസിൽ നിന്നുള്ള ദൂരവും Z ആക്സിസിൽ നിന്നുള്ള ദൂരവും കൃത്യമായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് XYZ ആക്സിസ് ഉപയോഗിച്ച് XYZ കോർഡിനേറ്റ് ഉപയോഗിച്ച് 3 കോർഡിനേറ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പേസിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ആക്സിസ് വേണം, XYZ. So using the 3 coordinate we can easily judge the correct position of the moving object in space.
സോ മോഷൻ ഇൻ സ്പേസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 3-dimensional മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്പേസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ 3-dimensional മോഷൻ എന്ന് വിളിക്കുക. ക്ലിയർ? സോ ദീസ് ആർ ദ 3 types of motion: 1-dimensional motion, 2-dimensional motion and 3-dimensional motion. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് മൂവ്മെൻറ്റ്, മെക്കാനിക്സ്, ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ആ മെക്കാനിക്സിനെ 3 തരംതിരിച്ചിട്ടുണ്ട്: സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക്സ് പറഞ്ഞ സമയത്ത് ഞാനൊരു പ്രത്യേക പോയിന്റ് പറഞ്ഞിരുന്നു, മെഷർമെൻറ്റ് ഓഫ് ടൈം ഈസ് നോട്ട് എസെൻഷ്യൽ, ബട്ട് ഹിയർ ദ മെഷർമെൻറ്റ് ഓഫ് ടൈം ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ. ടൈം ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ. ഓക്കെ, ഇവിടെ ടൈം എസെൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ, സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ ടൈം ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ, ഇവിടെ എന്താണ്, ടൈം ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ. മെഷർമെൻറ്റ് ഓഫ് ടൈം ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ. ഓക്കെ, അപ്പോൾ എന്താണ് മെക്കാനിക്സ് എന്നും ആ മെക്കാനിക്സിൻ്റെ 3 സബ് ബ്രാഞ്ചുകളും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പുതിയ കൺസെപ്റ്റായ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് what is mean by rest and what is mean by motion. അതോടൊപ്പം തന്നെ നമ്മൾ how we locate the position of an object. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need to know that what is the reference point or origin and how much distance is from the reference point and also the direction. ആ ഡിറക്ഷനും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാം. മോഷനെ നമ്മൾ 3 വീണ്ടും തരംതിരിച്ചു: 1-dimensional മോഷൻ എന്നും, 2-dimensional മോഷൻ എന്നും, 3-dimensional മോഷൻ എന്നും. ഇതിന് ശേഷം വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദ ടോപ്പിക്സ്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് എഴുതുക. ആ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എല്ലാം കൃത്യമായിട്ട് ആ നോട്ടിൽ ഉൾപ്പെടുത്തുക. ഈ ഓർഡറിൽ തന്നെ ആ ഡെഫിനിഷൻസും കാര്യങ്ങളും എഴുതിക്കൊണ്ട് നോട്ട് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സിനോടൊപ്പം തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു.